ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ മടങ്ങുന്നു. ജില്ലാ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് തീരുമാനം. അനുകൂല തീരുമാനമുണ്ടായാൽ മടങ്ങി വരുമെന്നും മാൽപേ പറഞ്ഞു. വിവരങ്ങളുമായി ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ഈ ജില്ലാ ഭരണകൂടവുമായി ഭിന്നത ഉണ്ടായതിനെ തുടർന്ന് ഈ തിരച്ചിലിൽ ഇറങ്ങില്ല എന്ന് ഈ ഈശ്വർ മാൽപേ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തന്റെ മക്കൾക്ക് സുഖമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടുകൂടി ശിരൂർ ദൗത്യം മതിയാക്കുകയാണെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത്. ഇനി അഥവാ അത്തരത്തിലെല്ലാം അഭിപ്രായ വ്യത്യാസത്തിന് മാറുകയാകുകയോ കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യുകയാണെങ്കിൽ ദൗത്യത്തിലേക്ക് തിരിച്ചു വരുമെന്നും മാൽപേ പറയുന്നുണ്ട്. അതേസമയം ഈ ശിരൂരിൽ വേലിയേറ്റ സമയമായതിനാൽ അല്പസമയം മുമ്പ് വരെ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഈ അല്പ മണിക്കൂറുകൾക്ക് ശേഷം ഈ വേലിയിറക്കം വരികയും അതിനുശേഷം ഡ്രഡ്ജിംഗ് ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ ശിരൂരിൽ നിന്ന് ഈ ലോഹവാഹം കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിന്റെ എഞ്ചിനും കണ്ടെത്തിയിട്ടുണ്ട്. ഈ എഞ്ചിന്റെ റേഡിയേറ്റർ കണ്ടെത്തിക്കുന്ന കൂളിംഗ് ഫാൻ അടക്കമുള്ള ലോഹവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ അക്വേഷ്യ മരക്കഷ്ണങ്ങളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മരക്കഷ്ണങ്ങൾ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തിരച്ചിൽ വീണ്ടും ഒരു അനിശ്ചിതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരച്ചിലിന്റെ ഏതാണ്ട് നിർണായകമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈശ്വർ മാൽപേ ഈ ഭരണകൂടമായിട്ടുണ്ടാവുന്ന ഒരു ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായത്തെ തുടർന്ന് മടങ്ങി പോകുന്നത്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് കമ്പനിയോടൊപ്പം തന്നെ ചില ഡ്രൈവർമാരുണ്ട്. അവർ എന്തായാലും ഈ ദൗത്യത്തിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ദൗത്യം അവസാനിച്ച് മടങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായുള്ള തർക്കത്തെ തുടർന്നാണ് തീരുമാനം.